എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യണം. എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡലൊരു ബാഗ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇത് പഴയൊരു ഷർട്ട് വെച്ച് ചെയ്തെടുത്തതാണ്. വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് പഴയൊരു ഷർട്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം നമുക്ക് മതി. അപ്പോൾ ആ ഫ്രണ്ട് പീസ് ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ബട്ടൺസ് വരുന്ന ഭാഗം ഓപ്പൺ ആണല്ലോ, അവിടെ നമുക്ക് നേരെ ക്ലോസ് ചെയ്ത് എടുക്കണം. പിന്നെ ആ ബട്ടൺസ് ഒന്നും കളയണ്ട, അത് അതിൽ തന്നെ വെച്ചിട്ട് ആ ഫ്രണ്ടിൽ നിന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ബാഗ് തയ്ക്കുമ്പോൾ ബാഗിന് നല്ല കട്ടി കിട്ടാനായിട്ട് നമുക്കൊന്നെങ്കിൽ സ്റ്റിഫ് വെച്ച് തയ്ക്കാം, അതല്ലെങ്കിൽ പഴയ അരിച്ചാക്ക് ഉണ്ടെങ്കിൽ അരിച്ചാക്ക് ഇടാം, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണി എടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ലൈനിങ്ങും എടുക്കുന്നുണ്ട്. അരിച്ചാക്കുമാണ് ഞാൻ ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ ഒന്ന് ക്ലോസ് ചെയ്യണം, ആ ബട്ടൺസിൻ്റെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പോക്കറ്റ് ഞാൻ ഇതാ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അളവിൽ തന്നെ ലൈനിങ്ങും അരിച്ചാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരിച്ചാക്കിന് വലിയ കട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരിച്ചാക്ക് എടുക്കുന്ന സമയത്ത് ഒരു വശത്ത് കട്ടി കുറവ്, ഒരു വശത്ത് നല്ല കട്ടിയായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ആ കട്ടിയുള്ള വശം ഇതിനു മുമ്പ് ഏതോ ബാഗ് തയ്ച്ചപ്പോൾ സമയത്ത് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഇത് മൂന്നും കൂടെ വെച്ച് ഇടയ്ക്കൂടെ ഇങ്ങനെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ചിങ് കാണിച്ചിട്ടില്ല. ഇതായപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈനിങ്ങും നമ്മുടെ അരിച്ചാക്കും നമ്മുടെ ഷർട്ട് പീസും കൂടെ വെച്ചാണ് ഇതുപോലെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് 16 ഇഞ്ചും നീളം വന്നിട്ട് 25 ഇഞ്ചുമാണ് കേട്ടോ. ഇനി ഇതിങ്ങനെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിനി നമുക്കൊന്ന് നാലായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മേൽവശത്തുനിന്ന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചതുപോലൊന്ന് പോലൊന്ന് വരച്ച് കൊടുക്കുക. ഇതുപോലെ ചരിച്ചൊന്ന് വരച്ച് കൊടുത്തിട്ട് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് തയ്ക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് റെഡ് തുണിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഷർട്ടെന്ന് പറയുമ്പോൾ ഒറ്റ കളർ ഷർട്ടല്ലേ, അപ്പം ഈ ഒരു ബാഗ് ഒരു പ്രത്യേക മോഡലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഈ സെയിം കളർ തുണി തന്നെ വരുമ്പോഴത്തേനും അത്ര ഭംഗി വരത്തില്ല. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് തുണിയുണ്ട്. അപ്പോൾ ആ റെഡ് തുണിയും കൂടെ എടുക്കുന്നുണ്ട്. 8 പീസാണ് കേട്ടോ, സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ ബാഗിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ നമുക്കൊരു പോക്കറ്റ് തയ്ച്ച് വെക്കാം. അതിൻ്റെ ഒരു സൈഡ് തയ്ച്ചിട്ട് പിന്നെ ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ 3 സൈഡ് ഉൾഭാഗത്ത് വെച്ച് അങ്ങ് തയ്ച്ചാൽ മതി. പിന്നെ ഇത് നമ്മുടെ പോക്കറ്റ് ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഒരു പോക്കറ്റും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഷർട്ടിൻ്റെ കൈ എടുത്തിട്ട് നമ്മുടെ ആ പോക്കറ്റ് ഒന്ന് മടക്കി വെച്ച്, അത് ഷർട്ടിലിരുന്ന പോക്കറ്റാണ്. ഇനി നമുക്ക് ഷർട്ടിലിരിക്കാത്ത ഒരു പോക്കറ്റ് നമുക്ക് കട്ട് ചെയ്ത് തയ്ച്ചെടുത്തിട്ട് നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് 2 പോക്കറ്റായിട്ട് ചെറുതായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ഷർട്ട് തുണിയിൽ നിന്നും ഒരു പോക്കറ്റ് മുന്നുള്ള തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോക്കറ്റ് കട്ട് ചെയ്തെടുത്ത ആ പോക്കറ്റിൻ്റെ ഇതിൻ്റെ സൈഡ് മടക്കി തയ്ക്കണം, ചെറുതായിട്ട് മടക്കി തയ്ച്ചെടുക്കണം. ഇതുപോലെ മടക്കി ഉൾഭാഗത്തേക്ക് മടക്കി, ഈ സൈഡ് ഇതുപോലെ മടക്കി, ഇവിടവും മടക്കി, അതിൻ്റെ മേൽവശം ഇവിടവും ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ റെഡ് കളർ തുണി അതിൻ്റെ മേളിലായിട്ട് ചെറുതായിട്ടൊരു ബോർഡർ പോലെ കൊടുക്കാനാണ്. ഇങ്ങനെ വരും. അപ്പോൾ അടുത്ത നമ്മുടെ പോക്കറ്റായിട്ട് തയ്ച്ചൊരെണ്ണം ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ മേളിലേക്ക് ആ ഒരു റെഡ് തുണി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് തയ്ച്ച് ആദ്യം വയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ബട്ടൺസാണ് കറക്റ്റ് സെൻറ്ററിലൂടെ വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് 2 സൈഡിലും 2 പോക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും ഒന്ന് തയ്ച്ച് വെക്കണം. അപ്പോൾ അത് തയ്ച്ച് വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഇതുപോലെ വെച്ച് കാണിക്കുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് അപ്പുറവും ഇപ്പുറവും
അതിങ്ങനെ അങ്ങ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെച്ചാൽ അത് സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നമുക്ക് വരാം. അപ്പോൾ ഇതാ ഒരു സൈഡിൽ ഇതാ പോക്കറ്റ് വെച്ചിട്ടുണ്ട്, 2 വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ഇച്ചിരി വലിയൊരു പോക്കറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കിയിട്ട് ഇതാ നമ്മളൊരു 8 പീസ് തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു തുണി ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇതുപോലെ ഈ സൈഡും മടക്കി താഴ്വശവും ഇങ്ങനെ മടക്കി കൊടുത്ത് അങ്ങനെ 3 സൈഡും ഒന്ന് തയ്ച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. ബാഗിൻ്റെ ഉൾഭാഗത്ത് ഒരു പോക്കറ്റായി നമ്മുടെ ഫ്രണ്ട് വശത്ത് ചെറിയ 2 പോക്കറ്റും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ സൈഡ് പിടിപ്പിക്കാനായിട്ട് നമുക്കൊരു 4 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് വേണം, 2 പീസ് വേണം 2 സൈഡിലായിട്ട് പിടിപ്പിക്കാനായിട്ട്. 4 ഇഞ്ച് വീതിയും 10 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാനിവിടെ ലൈനിങ്ങും അരിച്ചാക്കിൻ്റെ 2 പീസ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷർട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഷർട്ടിൻ്റെ പീസ് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഷർട്ട് തുണിയിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന അളവ് ഞാൻ ഇനി ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാവേ. 4 ഇഞ്ച് വീതിയും 10 ഇഞ്ച് ഇറക്കത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ബാഗിൻ്റെ സൈഡിലത്തെ നീളം അനുസരിച്ചാണ് ഈ ഒരു തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷർട്ടിൻ്റെ അവിടുന്ന് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ ഇതാ ഇങ്ങനെ വരേണ്ട പീസാണേ. അപ്പോൾ ഇത് അളന്ന് ഞാൻ കാണിക്കാവേ. 10 ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വീതി നോക്കാം. 4 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്ക് ഒരുമിച്ച് വെച്ച് ഇടയ്ക്കൂടെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. 3 പീസ് ഒരുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കൂടെ ലൈനിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ 3 പീസ് കൂടെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പീസ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റെഡ് തുണി അതിൻ്റെ മേളിൽ ഇതുപോലെ ബോർഡറായിട്ട് കൊടുക്കണം. 2 അതേപോലെ തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ അരിച്ചാക്കും ലൈനിങ്ങും ഷർട്ട് പീസും കൂടെ വെച്ച് ഇതുപോലെ ഇടയ്ക്കൂടെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാഗിൻ്റെ സൈഡിൽ വെക്കുന്ന 2 പീസ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വള്ളിയും കൂടെ തയ്ച്ചിട്ടുണ്ട്. റെഡ് വള്ളിയാണ് തയ്ച്ചേക്കുന്നത്. ഇത് 21 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയിലുമാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ ബാഗിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ മടക്കി 2 സൈഡിലായിട്ട് തയ്ച്ച് വെക്കണം. കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് അപ്പുറത്തോട്ട് ഒരു 2 ഇഞ്ച് ഇപ്പുറത്തോട്ടും 2 ഇഞ്ച് അകലം എടുത്തിട്ട് ഈ വള്ളി ഇതുപോലെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡിലായിട്ട് വള്ളി ഒന്ന് തയ്ച്ച് വെച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്ക്കണം കേട്ടോ. ഇപ്പോൾ വള്ളി തയ്ച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ 2ആയിട്ടൊന്ന് മടക്കണം. 2ആയിട്ട് മടക്കിയിട്ട് കറക്റ്റ് നമുക്ക് ഇതിൻ്റെ 2 സൈഡിലെയും കറക്റ്റ് സെൻറ്റർ ഭാഗം കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം കേട്ടോ. ഇതങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് അവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് അടയാളം ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത സൈഡും കറക്റ്റായിട്ട് ആ സെൻറ്റർ ഭാഗം മനസ്സിലാക്കി അവിടെ ഒന്ന് അടയാളം ചെയ്യണം. നമുക്ക് ഇത് ഇങ്ങനെ അളവ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ 2 പീസ് 2 സൈഡിൽ കറക്റ്റായിട്ട് പിടിപ്പിക്കും. 2 സൈഡും കറക്റ്റായിട്ട് നമ്മൾ ചോക്ക് വെച്ച് അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ 2 പീസ് എടുത്തിട്ട് ഇതും ഇനി കറക്റ്റായിട്ടൊന്ന് 2ആയിട്ട് മടക്കണം. 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ടൊന്ന് ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യണം. അപ്പോൾ ഇതുപോലെ ചോക്ക് വെച്ച് അടയാളം ചെയ്തിട്ട് നമ്മൾ ബാഗിൻ്റെ വലിയ തുണിയിൽ നമ്മൾ കറക്റ്റ് സെൻറ്റർ അടയാളം ചെയ്തില്ലേ, ഇതുപോലെ ആ ചെറിയ പീസ് കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി അതുപോലെ ആ ഒരു സൈഡിൽ ഒരു പീസ് വെക്കുക. അതിങ്ങനെ നേരെ തയ്ച്ച് വെച്ചിട്ട് പിന്നെ ആ ഒരു പീസ് ഈ സൈഡിലേക്കും തയ്ച്ച് വെക്കും. പിന്നെ അതിങ്ങനെ തിരിച്ചിങ്ങനെ വരേണ്ട
പീസാണ് കേട്ടോ. ഈ സൈഡ് വെച്ച പോലെ തന്നെ അടുത്ത പീസും അടുത്ത സൈഡിലും വെക്കുക കറക്റ്റായിട്ട്. ഇപ്പോൾ ആ ചെറിയ 2 പീസ് 2 സൈഡിലായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. നടുക്ക് ഭാഗത്താണ് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പീസ് ഇതുപോലെ എടുക്കുക. എന്ന് വെച്ചാൽ നല്ല വശമാക്കിയിട്ടാണ് നമ്മൾ സൈഡ് തയ്ക്കുന്നത് കേട്ടോ. ഇത് ആ ഒരു പീസ് ഇപ്പം നല്ല വശമായിട്ടാണ് തയ്ക്കുന്നത്. ഇതുപോലെ എടുത്തിട്ട് ഇത് ആദ്യം ഒരു സൈഡിൽ നിന്ന് ആ ചെറിയ പീസുമായിട്ട് ഇതുപോലെ അങ്ങ് നേരെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സൈഡിലെ ആ വലിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡുമായിട്ട് അങ്ങ് ജോയിൻറ്റ് ചെയ്യും. ഇതേപോലെ അങ്ങ് 2 സൈഡും അങ്ങ് തയ്ച്ചാൽ മതി. അപ്പോൾ ഇനി കുറച്ച് സ്റ്റിച്ചിങ് കൂടെ ഉണ്ട്. നമ്മുടെ ഈ ബാഗിൻ്റെ സൈഡിൽ കൂടെ ഇനി നമുക്ക് ആ റെഡ് തുണി തന്നെ ബോർഡറായിട്ട് സൈഡിൽ കൂടെ കൊടുക്കണം. അത് തയ്ച്ച് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നല്ല വശമായിട്ടാണല്ലോ ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്ന ആ ചെറിയ പീസ് നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ. അപ്പോൾ ഇത് നമ്മുടെ താഴേന്ന് തൊട്ട് ആ ചെറിയ പീസ് നമ്മൾ നല്ല വശത്തുനിന്ന് പിടിപ്പിച്ച അതേപോലെ തന്നെ നമ്മുടെ ഈ റെഡ് തുണി 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഈ തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് പിടിപ്പിക്കുക. ഇതുപോലെ പിടിപ്പിച്ചിട്ട് അത് നല്ല വശത്തേക്ക് തിരിച്ച് മടക്കി തയ്ച്ച് വെക്കുക 2 സൈഡിലും. അത്രയേ ഉള്ളൂ. ഈ റെഡ് തുണി ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പിടിപ്പിക്കാം കേട്ടോ. ഇതെങ്ങനെ നേരെ വെച്ച് അങ്ങ് ആദ്യം ഒന്ന് തയ്ച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പിടിപ്പിക്കാം. അത് നേരെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ സൈഡിൽ കൂടെ ഇതുപോലെ വെച്ച് നേരെ നമുക്കങ്ങ് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ബാഗിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ആ ബോർഡർ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ നമുക്ക് ആ റെഡ് തുണി കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 2 സൈഡിലും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് വെൽക്രോ പിടിപ്പിക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ ചെറിയ 2 പീസായിട്ട് ഇത് വെൽക്രോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഇത് തയ്ച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ ഒരെണ്ണം താഴെ വെച്ച് അടുത്ത പീസ് മേളിൽ വെച്ച് അത് സ്ക്വയറായിട്ട് അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉപേക്ഷിച്ച പഴയ ഒരു ഷർട്ടായിരുന്നു. ആ ഷർട്ട് എത്ര ഭംഗിയായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ബാഗാക്കി തീർത്തിരിക്കുന്നത്. ഇത് ഹാൻഡ് ബാഗായിട്ടോ ഷോപ്പിംഗ് ബാഗായിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല അടിപൊളി ഒരു ബാഗാണ്. ഇതാ ഉള്ളിൽ ഇത്രയും വലിയൊരു പോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസയൊക്കെ വെക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പൈസ വയ്ക്കാം, മൊബൈൽ വേണമെങ്കിൽ വെക്കാം. നമുക്കിതാ പുറത്തും ചെറിയ 2 പോക്കറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരൊറ്റ കളർ തുണി ആയതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു കളറും കൂടെ അതിനൊരു ബോർഡറായിട്ടൊക്കെ കൊടുത്തപ്പോഴത്തേനും നല്ല ഭംഗിയായിട്ടൊരു ബാഗ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വലുപ്പമുള്ളൊരു ബാഗ് തന്നെയാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപേക്ഷിച്ച പഴയ ഷർട്ട് നല്ല കിടിലമായിട്ടുള്ള ബാഗായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഷർട്ട് വെച്ച് ഇതുപോലത്തെ ബാഗ് നിങ്ങൾ തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.